ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ സജീവ ചർച്ചയായിരിക്കുന്ന കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിൻ്റെ ലിസ്റ്റും പുറത്തു വന്നെന്നുള്ള ഈ നിമിഷം വരെ ഒരു രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാവിലെയാണ് നേരത്തെ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്നതിനെ തുടർന്ന് കെ സുധാകരൻ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും BJPയിലേക്ക് പോകും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു. അദ്ദേഹം 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചെങ്കിലും AK ആൻ്റണി അടക്കമുള്ളവർ വന്നിട്ട് സുധാകരനെ അനുനയിപ്പിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് സുധാകരന് സീറ്റ് ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്, നിലവിൽ ആ സീറ്റൊക്കെ ധാരണയായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടായില്ല എന്ന് പറയുന്നു. സുധാകരന് സീറ്റ് കൊടുക്കുമ്പോൾ തന്നെ അടൂർ പ്രകാശ് കൂടിയിട്ട് ഹൈക്കമാൻഡിന് കത്തെഴുതിയിട്ടുണ്ട്, തനിക്കും അങ്ങനെയാണെങ്കിൽ സീറ്റ് വേണമെന്ന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ ചൊല്ലിയിട്ടുള്ള കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ MLA ആയ ഒരു നിമിഷം എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളത്താകട്ടെ ഷിയാസ് ആണോ അതോ മറ്റൊരാളാകുമോ എന്നുള്ള പേര് കൂടിയിട്ട് അവിടെ ചർച്ചയിലുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസിൽ ആകെ അന്തരീക്ഷം കലുഷിതമാണ്. അതേസമയം ഇനി തെരഞ്ഞെടുപ്പിന് ആകെ 21 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇടതുമുന്നണിയാകട്ടെ പ്രചാരണത്തിൻ്റെ ചൂടിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്കാണ് പ്രമോദ്, ഈ കെ സുധാകരൻ്റെ വാദം ഇന്ന് നമ്മൾ കേട്ടിരുന്നത് സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ BJPയിലേക്ക് പോകുന്ന. നമുക്കറിയാം KPCC പ്രസിഡൻ്റ് ആയിരുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിൽ സമുന്നതനായിരുന്ന ഒരു നേതാവ് കൂടിയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ BJPയിലേക്ക് പോകുന്നത്. അതിനൊക്കെ തന്നെ മറ്റ് നേതാക്കളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി എന്നുള്ള വാർത്തകൾ കൂടിയിട്ട് വരുന്നുണ്ട്. ഇവർ ഇതുവരെ അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയത്തിൽ ഒരു 10% പോട്ടെ ഒരു അല്പം പോലും സത്യസന്ധത ഇല്ല എന്നുള്ള കൂടിയിട്ടല്ലേ ഇതിൽ വെളിവാകുന്നത്? അല്ല, സുധാകരൻ നമ്മൾ ഫെയർ ആയിരിക്കണം. സുധാകരൻ സ്വന്തം നിലയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് രാവിലെ ഈ വാർത്തകൾ വന്ന സമയത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ കണ്ണൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന C. രഘുനാഥ് അദ്ദേഹത്തിന് വളരെ അടുത്ത അനുയായിയായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ BJPയുടെ സെൻട്രൽ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണെന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അയാൾ വഴി ആണ് ഒരുപക്ഷെ ഈ നീക്കം നടന്നത് എന്ന്. അതായത് സുധാകരന് കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുക, C. രഘുനാഥ് പിൻവാങ്ങുക. അപ്പോൾ ഫലത്തിൽ BJPയുടെ പിന്തുണ ലഭിക്കുക, BJPയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ അവിടെ ഉണ്ടാവുക. സികേഷ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ സാഹചര്യത്തിന് ഇപ്പോഴും സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഇതിലേക്ക് കടന്നപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ TO മോഹൻ്റെ പേര് തന്നെയാണുള്ളത്, സുധാകരൻ്റെ പേരല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുധാകരന് സീറ്റ് ഇല്ല എന്ന് നമുക്ക് ഈ നിമിഷത്തിലും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതനുസരിച്ച് പറയുകയാണെങ്കിൽ സുധാകരൻ മറ്റെന്തെങ്കിലും ഓപ്ഷൻ നോക്കും, യാതൊരു സംശയവുമില്ല. ആ ഓപ്ഷനിലൊന്ന് ഇതാണ്. C. രഘുനാഥ് മാറുന്നു, അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുധാകരൻ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ അത് ഒട്ടും തന്നെ വില പോകാൻ പോകുന്നൊരു കാര്യമായിരിക്കില്ല എന്നാണ്. കാരണം ഇപ്പോൾ നമുക്ക് റിജിൽ മാക്കുറ്റിയുടെ കാര്യമെടുത്താലും അദ്ദേഹത്തെ തന്നെ പിന്തുണച്ച് അവിടെ നിൽക്കുന്ന മുഹമ്മദ് ഷമ്മാസ് എന്ന് പറഞ്ഞ KSU നേതാവിൻ്റെ കാര്യമെടുത്താലും അതുപോലെ മറ്റനേകം അവിടെയുള്ള മിഡിൽ നിരയിലുള്ള ആളുകളുടെ കാര്യമെടുത്താലും അവർക്കൊന്നും അങ്ങനെ എളുപ്പത്തിൽ BJPയുടെ ആ സൈഡിൽ പോയിട്ട് വോട്ട് ചോദിക്കാനും സുധാകരനുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാം ഇതുവരെ അവർ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് അങ്ങനെ പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് റിജിൽ മാക്കുറ്റിയെ പോലെ ഒരാൾ വളരെ ശക്തമായി തന്നെ സംഘപരിവാറുമായി നല്ല തോതിൽ ഫൈറ്റ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പെട്ടെന്ന് അതിലേക്ക് മാറും എന്ന് വിചാരിക്കാൻ കഴിയില്ല. വലിയൊരു മൂവ്മെൻറ്റ് സുധാകരന് പിന്നാലെ അതേസമയം ഉണ്ടാകാം. എങ്ങനെ? കുറേ ആളുകൾ എന്തായാലും ഉണ്ടാകാം. ആ കുറേ ആളുകൾ എന്ന് പറയുമ്പോൾ 2000 പേരെങ്കിലും ആയാൽ തന്നെ അവിടെ വോട്ടിങ്ങിനെ അത് ബാധിക്കും. കാരണം ഇപ്പോൾ കൂത്തുപറമ്പിലാണെങ്കിൽ പോലും പേരാവൂരാണെങ്കിൽ പോലും എത്രയാണ് 3000-ൽ താഴെ മാത്രമാണ് സണ്ണി ജോസഫിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പക്ഷേ അത് ഒരു കുത്തൊഴുക്കായി മാറുന്ന ഒരു സാഹചര്യമൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് KC വേണുഗോപാൽ അവിടെ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ പരിഗണിക്കുകയേ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ യാതൊരു തരത്തിലുള്ള സ്വാധീനവും അദ്ദേഹത്തിനില്ല. ഇനിയിപ്പോൾ അത് പരിഗണിക്കുകയേ വേണ്ട എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മളീ പുറത്തു വരുന്ന നമ്മൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചാണല്ലോ ഈ വാർത്തകൾ വരുന്നത്. പക്ഷേ അതൊന്നുമല്ല ചിലപ്പോൾ അവിടെ നടക്കുന്നത് എന്നും നമുക്ക് തോന്നാം. ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് കിട്ടുന്ന വിവരങ്ങൾ മറ്റൊന്നാണ്. ആരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ
വളരെ ശക്തമായി എതിർത്തു സുധാകരൻ മത്സരിക്കുന്നതിനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു എന്നാണ്. അത്രയ്ക്കൊക്കെ എതിർത്തതിന് ശേഷവും പിന്നെ ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ പിന്നെ കോൺഗ്രസ് ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളായി വളർത്തിക്കൊണ്ടുവന്ന ഒരു ആശയ അടിത്തറയെ ഇല്ലാതാക്കി കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേതൃതലത്തിൽ തന്നെ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കളയും എന്നുള്ള കാര്യത്തിൽ അത് സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. സുധാകരൻ ഒറ്റയാനായി നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു കാഴ്ച ഒരുപക്ഷെ കണ്ണൂരിൽ കണ്ടെന്നിരിക്കും. അതിൻ്റെ റിഫ്ലക്ഷൻസ് ബാക്കി എവിടെ ഉണ്ടാകും തോന്നുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ന് തന്നെ വന്ന് പേരാവൂരിൽ സണ്ണി ജോസഫും പറവൂരിൽ വി ഡി സതീശനും ഒക്കെ പ്രചാരണം തുടങ്ങി? അവർക്കറിയാം ഇനി അധിക സമയമില്ല. കാരണം നടക്കാൻ പോകുന്നത് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് തന്നെയാണ്. അല്ലാതെ എല്ലാം കൊണ്ടും ഞങ്ങളെ ജനങ്ങളങ്ങ് ജയിപ്പിച്ചെടുത്തോളും എന്നൊരു വ്യാമോഹമൊന്നും അവർക്കില്ല. അവർ പ്രചാരണം, കാരണം അത് വൈകുന്തോറും ഇവിടെ വന്നിട്ട് പ്രചാരണം പിന്നീട് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാധിച്ചേക്കാമെന്ന വിചാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമല്ല, ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാതെ അവർ ഇപ്പോഴും പ്രഖ്യാപിക്കാതിരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥിതി എന്താണ്? അവിടെ പ്രചാരണം തുടങ്ങാൻ കഴിയുന്നില്ല. തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് വിചാരിച്ച് പ്രചാരണം തുടങ്ങിയ ജോസഫ് വാഴക്കിന് വീട്ടിൽ പോയിരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ അതിൽ ആ സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും സംശയമുള്ള സാഹചര്യം. അയാൾക്ക് തുടങ്ങാനും വയ്യ, തുടങ്ങാതിരിക്കാനും വയ്യ എന്നുള്ള കുറേ പേരെങ്കിലും നിൽക്കുന്നുണ്ട്. ആ സീറ്റുകളൊക്കെ ഇനി ഒന്ന് കൈവെള്ളയിൽ ഒതുക്കി ഫൈറ്റിലേക്ക് പൂർണ്ണമായും വരണമെങ്കിൽ കോൺഗ്രസ് നല്ല പണിയെടുക്കേണ്ടി വരില്ലേ? ഈ നഷ്ടപ്പെടുന്ന ഓരോ മണിക്കൂറും വളരെ പ്രധാനമാണ് ഇപ്പോഴും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അഫോർഡബിൾ അല്ലാത്ത, ഈ തെരഞ്ഞെടുപ്പിൽ അഫോർഡബിൾ അല്ലാത്ത, മറ്റേ പല സന്ദർഭങ്ങളിലും അവർക്ക് സമയം ഇഷ്ടംപോലെ കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ അവർ മാക്സിമം ഡാമേജ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാലത്ത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടും അഫോർഡബിൾ അല്ലാത്ത ഒരു പ്രോസസ്സാണ് ഈ നടന്നത് എന്ന് പറയേണ്ടി വരും. അതിൽ സുധാകരൻ ജയിക്കുന്നുണ്ടോ തോൽക്കുന്നുണ്ടോ, അയാളുടെ വാശി വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഭരണത്തിലേക്ക് യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കും. അതെ ജിമ്മി, ഈ കോൺഗ്രസിന് ഇലക്ഷന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ആ ഒരു എഡ്ജ് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം വരുമ്പോഴുള്ള. മുമ്പ് ഈ കനകോലുവിൻ്റെ ടീം ആളുകളുടെ വീട്ടുകളിൽ പോയിട്ട് ആരാണ് സ്ഥാനാർത്ഥിയാകണമെന്നൊക്കെ ഉള്ള അഭിപ്രായ സർവേ നടത്തിയെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. അതിനുശേഷം ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നപ്പോൾ കോൺഗ്രസിനുള്ളിലെ നേതൃസമവാക്യങ്ങൾ തന്നെ മാറി മറിഞ്ഞൊരു അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാം ആയിരിക്കും, പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളെ ഭരണം ഏൽപ്പിക്കരുത് കേരളത്തിൻ്റെ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഇന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഒരു എസ്സേ ആയിട്ട് നമ്മുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഇതുപോലെ വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് കോൺഗ്രസ് എന്നുള്ളത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെ കൊണ്ട് മര്യാദയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കില്ല. ഇവരാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്. പിണറായി വിജയനോടും CPM-നോടും LDF-നോടും അതിനേക്കാൾ മികച്ച ഭരണം, അല്ലെങ്കിൽ അവരുടെ ഭരണം മോശമാണെങ്കിൽ അതിനെ മറികടക്കുന്ന ഭരണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രശ്നം എന്താണെന്നറിയാമോ? കോൺഗ്രസ്സിൽ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെ പേരെഴുതുന്നു, ചുവര് മായ്ക്കുന്നു, പിന്നെ അടുത്തയാൾ വരുന്നു, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ജോസഫ് വാഴക്കൻ്റെ കാര്യത്തിൽ അദ്ദേഹം പോസ്റ്റർ വരെ അടിച്ചതിന് ശേഷം അദ്ദേഹത്തെ മാറ്റി ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇന്ന് വ്യാഴാഴ്ച, നാളെ അവധിയാണ്, ശനിയാഴ്ച ഒരു വർക്കിംഗ് ഡേ, ഞായറാഴ്ച അവധി, തിങ്കളാഴ്ചയാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസം. 2 ദിവസമാണ് ബാക്കി. ഒരു നോമിനേഷൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് ഒരുപാട് കാര്യങ്ങളും മറ്റതും മറിച്ചുമൊക്കെ നോക്കാനുണ്ട്. അതോ ഓരോ മണിക്കൂർ കഴിയുന്നതോടും ഒരു സ്ഥാനാർത്ഥിക്ക് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള സമയം കുറയുകയാണ്. അതായത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴും കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെ. ഇതാണ് വിഷയം. ഒരു തമാശ പറയാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന ഒരു MLA പണ്ട് 2006 തോന്നുന്നു, AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ തോളത്ത് ഇങ്ങനെ കൈ തട്ടിയിട്ട് പേര് വിളിച്ചിട്ട്, പേര് ഞാൻ പറയുന്നില്ല, തട്ടിയിട്ട് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥാനാർത്ഥിയാണ്. ലിസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരില്ല, AK ആൻ്റണി പറഞ്ഞതാണ്. അതിനുശേഷം കുറേ കാലത്തേക്ക് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ തോളത്തട്ടി അദ്ദേഹം ഞെട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ MLA ആണ്, ഒരു മണ്ഡലത്തിലെ MLA ആണ്. അപ്പോൾ ആരാന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇത് പഴയ കാലം. ഈ പുതിയ കാലത്ത് വളരെ ചിട്ടയോട് കൂടി LDF പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം 10 വർഷത്തെ അധികാര പട്ടിണിക്ക് ശേഷം ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്.
കഷ്ടകാലത്തിനായ ഇലക്ഷൻ വളരെ പെട്ടെന്ന് വരികയും 10-21 ദിവസമേ ഇനിയുള്ളൂ എന്നൊരു സ്ഥിതിയും വരികയാണ്. അപ്പോൾ ജനങ്ങളുടെ ഓർമ്മയിൽ ഈ 2 ആഴ്ച മുമ്പത്തെ സംഭവമൊക്കെ സജീവമായി നിൽക്കും. ശബരിമലയാണോ ഓർത്തിരിക്കുക? 2 ദിവസം 3 ദിവസം ഒരാഴ്ചയൊക്കെ KPCC നേതാക്കൾ ഡൽഹിയിൽ പോയി ഫ്ലൈറ്റിൽ ഇറങ്ങും, തിരിച്ച് വീണ്ടും കയറും, വരും കയറും, ഇങ്ങനെ നടന്നിട്ടും പട്ടിക വരാതിരുന്നാണോ ജനങ്ങളുടെ ഓർമ്മയിൽ വരിക? ഇതൊരു പ്രശ്നമല്ലേ? അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ പോലും കോൺഗ്രസിന് ഉണർന്ന് പ്രവർത്തിക്കാനായില്ല എന്നുള്ളത് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഒരു കാരണമായി മാറുകയാണ്. ഒരു ശരാശരി വോട്ടർ അങ്ങനെ ചിന്തിക്കൂ. ജനാധിപത്യം വേണമെന്നും ജനാധിപത്യത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ പറയുന്നത് അനുസരിച്ച് തന്നെ നടക്കണമെന്നോ അല്ല. പക്ഷേ എന്തെങ്കിലും ഒരു വ്യവസ്ഥ, എന്തെങ്കിലും ഒരു രീതി, സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള ഒരു സമയം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു ഒരുക്കങ്ങൾക്കുള്ള ഒരു സമയം, ഇതൊക്കെ കൊടുക്കണ്ടേ? ഇതൊന്നുമില്ല. ഇനി ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണല്ലോ. ഇപ്പോൾ സുധാകരൻ മാത്രമല്ല പ്രശ്നം, സുധാകരൻ മാത്രമാണ് പ്രശ്നമെങ്കിൽ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലെയും പട്ടിക കൊടുക്കണം. 40 മണ്ഡലങ്ങളിലെ വരാനുണ്ട്. ശരിയാണ്, 10-30 ഇടത്തെ നമുക്ക്, അല്ലെങ്കിൽ 25 ഇടത്തെ കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇത് കോൺഗ്രസ് ആയതുകൊണ്ട്, ഉറപ്പിക്കാത്തത് കൊണ്ട് എങ്ങനെയാണ് സ്ഥാനാർത്ഥി പരസ്യമായി എല്ലാവരുടെയും പിന്തുണയോടുകൂടി പ്രചാരണം നടത്തുക? ജോസഫ് വാഴക്കൻ പ്രചരണം നടത്തേണ്ട പണിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ജോസഫ് വാഴക്കനെ പോലെ ഒരു സീനിയർ നേതാവിനൊരു മണ്ഡലമില്ല എന്നുകൂടി ഓർക്കണം. അദ്ദേഹത്തിന് കോട്ടയത്ത് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വെച്ച ശേഷം പിന്നെ കാഞ്ഞിരപ്പള്ളി പറഞ്ഞു, അവസാനം കാഞ്ഞിരപ്പള്ളി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 10-40 സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം തുടങ്ങാൻ, ഔദ്യോഗിക പ്രചരണം തുടങ്ങാനുള്ള അവസരം നിഷേധിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി നിൽക്കുന്ന 4 പേരെ നമുക്കറിയാം. അത് 4ാമത്തെ ആൾ അടൂർ പ്രകാശാണെന്നാണ് ഞാൻ പറയുക. മറ്റേത് നമുക്കെല്ലാം അറിയാവുന്നില്ല. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അതുപോലെ തന്നെ KC വേണുഗോപാലുമുണ്ട്. ഈ 3 പേരുടെയും ചക്കളത്തി പോരാട്ടത്തിലാണ് ഈ ലിസ്റ്റ് വരാത്തത്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ജയിച്ച് കഴിയുമ്പോൾ MLA-മാരെ കൈപൊക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ ആളുകൾ കൂടുതൽ വേണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴേ അതിനുള്ള പാരയാണ്. ഞാൻ മുഖ്യമന്ത്രിയാകാൻ മാത്രം MLA-മാരുണ്ടായില്ലെങ്കിൽ ഈ ലിസ്റ്റ് ഇറങ്ങണ്ട എന്ന രീതിയിലുള്ള വളരെ സങ്കുചിത താല്പര്യമാണ്. അത് ഈ 3 പേരിലും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്ക് വളരെ വ്യക്തമായ താല്പര്യമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാലിനോട് ചോദിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ഇല്ലയെന്ന് അദ്ദേഹം പറയുന്നില്ല. കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പദവി നയിക്കുന്ന ആളാണ്. ഇവിടെ ഒരാൾ ഒരു 5 വർഷമായിട്ട് കൈലൂത്തി നടപ്പുണ്ട്, VD സതീശൻ. അതിന് മുമ്പ് ഒരാളുണ്ട്, രമേശ് ചെന്നിത്തല. അപ്പോഴാണ് മോളിൽ നിന്ന് വേറൊരാളുടെ. ഇതാണ് മത്സരം. ഒരു മാസം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചു, ഇതല്ലേ പ്രശ്നം? അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ മറുപടി അങ്ങനെയല്ല. MLA-മാർ എത്ര പേരാണെങ്കിലും, ആരുടെയൊക്കെ ആളാണെങ്കിലും, അതായിരിക്കില്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട മാനദണ്ഡമെന്ന് ഞങ്ങളെ 3 പേരെയും വിളിച്ച് ഹൈക്കമാൻഡ്, എന്ന് വെച്ചാൽ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പറഞ്ഞു. അതുകൊണ്ട് ആ വിഷയമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അപ്പം കർണാടകത്തിലെ അവസ്ഥ വരുമോ അവസാനം എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞതാണ്. എന്നിട്ടും ഹൈക്കമാൻഡിന് വിശ്വാസമില്ല. എന്താ? പാർട്ടി കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ KPCC മുൻ പ്രസിഡൻ്റായിരുന്ന സുധാകരൻ്റെ അധികാര കൊതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വലിച്ച് 48 മണിക്കൂർ കളഞ്ഞ ഹൈക്കമാൻഡ്. എന്ത് ഹൈക്കമാൻഡ്? ലോ കമാൻഡിനും താഴെയുള്ള വേറെ എന്തോ കമാൻഡാണ്. അവർക്ക് ഒരു സീറ്റിൽ മര്യാദയ്ക്ക് നട്ടല് നിവർത്തി ഒരു കാര്യം പറയാനുള്ള ധൈര്യമില്ല. ഇനി ചെയ്യുമ്പോഴോ, ചെയ്യുന്നത് മുഴുവൻ അബദ്ധമാണ്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ലീഡർഷിപ്പുകളെ നിയന്ത്രിച്ച് കുളമാക്കി, തെരഞ്ഞെടുപ്പിൽ ആളുകളെ ചൂസ് ചെയ്യുന്നതിൽ കുളമാക്കി, KPCC-കളെ അല്ലെങ്കിൽ അവരുടെ PCC-കളെ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളെ തകർത്ത് തരിപ്പണമാക്കിയത് രാഹുൽ ഗാന്ധി ആൻഡ് പാർട്ടിയുടെ ബുദ്ധിയാണെന്ന് ഇതിനോടകം പലയിടത്തും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷേ അതേ സാധനം ആവർത്തിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഫീഡ്ബാക്കുമില്ല, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ല, ഒരു തരത്തിലുള്ള ഉറച്ച തീരുമാനമില്ല. ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് വലിച്ച് ഏറ്റവും അവസാനം കേട്ടു രാഹുൽ ഗാന്ധി ചോദിച്ചു, അനിലക്കരയ്ക്ക് സീറ്റില്ലേ എന്ന് ചോദിച്ചു തന്നെ. ഇത് രാഹുൽ ഗാന്ധിയുടെ തലത്തിൽ തീരുമാനിക്കേണ്ടതാണോ? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴേ തീരുമാനിക്കേണ്ടതാണ്? എത്ര ദിവസം നമുക്കൊരു മനുഷ്യനൊരു ക്ഷമയില്ലേ? ഇത് പ്രശ്നം. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തെ നിങ്ങൾ സ്വയമായിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും. അത് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാതെ വളരെ അപഹാസ്യരായ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പക്ഷേ ഇത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞ് കൈപൊക്കിയ ജനങ്ങൾക്ക് വരുമായിരിക്കും. ഞാൻ വിശ്വസിക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും അടിപൊട്ടെന്നുള്ള കാര്യത്തിന് ഒരിക്കൽ കൂടി അടിയറ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംഘടനാ ശേഷിയില്ലായ്മയെ കാണിക്കുന്നു, നേതാക്കളുടെ ആർത്തിയെ കാണിക്കുന്നു, നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനുള്ള ശേഷിയില്ലായ്മയെ കൂടി കാണിക്കുന്നു. CPM-നകത്തത് ഇല്ലെന്നല്ല, എത്ര പേര് പോയി. CPI-യുടെ 2 നേതാക്കന്മാരെ കറങ്ങി തിരിഞ്ഞ അവസാനം ഒരു MLA-യും ഒരു മുൻ MLA-യും BJP-യിലേക്ക് പോയി. ഇതൊക്കെയുണ്ട്. കണ്ണൂരിലെ സെക്രട്ടേറിയറ്റ് അംഗം,
അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടറിക്ക് ആർത്തിയാണെന്നാണ്, സ്വന്തം ഭാര്യ വയ്ക്കാൻ നാണമില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം ഉണ്ട്. പക്ഷേ കളത്തിൽ സ്ഥാനാർത്ഥി ഇറക്കിയാണ് അവരെന്നെ മറുപടി കൊടുത്തത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, അപ്പം തന്നെ സ്ഥാനാർത്ഥി ഇറങ്ങി, ചിത്രം മാറിപ്പോയി, വിഷയം മാറി. ഇവിടെ വിഷയം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പറയേണ്ട സമയത്ത് കോൺഗ്രസിന് CPM-ൻ്റെ പോലീസ് രാജിൻ്റെ പോലീസ് ഭരണത്തെക്കുറിച്ച് പറയേണ്ട സമയത്ത്, മറ്റു പല അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പറയേണ്ട സമയത്ത് സ്ഥാനാർത്ഥിയില്ല, സ്ഥാനാർത്ഥി വരുന്നേയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 6 മണിയാകുന്നു. ഇന്ന് രാവിലെ, ഇന്നലെ എന്നൊക്കെ പറഞ്ഞ്, ഇന്ന് 3 മണി പറഞ്ഞ് എത്ര ചർച്ചകൾ നടന്നതാണ്. സത്യത്തിൽ അകത്തെന്താ നടക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു പിടിയുമില്ല താനും. KPCC മുൻ പ്രസിഡന്റ് സുധാകരനെ പ്രത്യേകം സ്മരിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒന്നൊന്നര നേതാവായിപ്പോയി. അതെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് ഗുണകരമായി മാറും എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിലെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി അത് കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വൈകാതെ അറിയാം.